പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടേസ്റ്റിയായ ഒരു ചിക്കൻ മസാല ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 3-4 സവാള അരിഞ്ഞത്, പച്ചമുളക്, പുളിയില്ലാത്ത 1 കപ്പ് തൈര്, തക്കാളി 2 തക്കാളി അരിഞ്ഞത്, മല്ലിയില, രമ്പയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചിക്കനിൽ ആദ്യം ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത്, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് ചിക്കനിലൊന്ന് നന്നായി അരപ്പ് പുരട്ടി വയ്ക്കാം. അല്പം നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി. ബിരിയാണിക്ക് വേണ്ട മസാല ആദ്യം തയ്യാറാക്കാം. അതിനായി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, അതിനോടൊപ്പം നെയ്യും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് സവാള ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യും. ഇതെല്ലാം നന്നായി ഒന്ന് വഴന്നു വരുന്നതിന് വേണ്ടി അല്പം നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. സവാളയെല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കനിൽ മസാല പുരട്ടിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഇടണ്ട. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ വേവുന്നതിന് വേണ്ടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി യോജിപ്പിച്ച് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ചിക്കനിലുള്ള വെള്ളത്തിൽ അത് വെന്തുകൊള്ളും. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും രമ്പയിലയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിയില്ലാത്ത
കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റുന്നതിന് വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കുക. കുറച്ച് ഗ്രേവി വേണം. നമ്മൾ ബിരിയാണിയുടെ മസാല തയ്യാറാക്കുമ്പോൾ ഗ്രേവിയോട് കൂടിയുള്ള മസാലയാണ് ബിരിയാണിക്ക് എപ്പോഴും നല്ലത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോകൾ തുടർന്നും കാണുന്നതിന് വേണ്ടി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായ മസാലയെല്ലാം തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ചോറ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് ബിരിയാണി ദം ചെയ്ത് വയ്ക്കാം. ഇതുപോലുള്ള ഒരു പഴയ ദോശച്ചട്ടിയുടെ പുറത്ത് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കണം. ഡയറക്റ്റ് സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ അടിയിൽ ചോറ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ അടിയിൽ ചോറൊന്നും പിടിക്കില്ല. ആദ്യം നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാലയുടെ മുകളിൽ നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറിട്ടതിന് ശേഷം അതിന് മുകളിൽ പൊരിച്ച് വെച്ചേക്കുന്ന സവാളയും മല്ലിയിലയും രമ്പയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ചോറ് കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് പൊരിച്ച് വെച്ചേക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ചോറും കൂടി അതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ച് വെച്ചേക്കുന്ന സവാളയും കാഷ്യൂനട്ട് മുന്തിരി എല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടി എടുത്ത് വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പം ടേസ്റ്റിയായ ചിക്കൻ മസാല ബിരിയാണി തയ്യാറാവും. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.